മൊഡ്യൂൾ 1 ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റീൽ ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ്. നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസും കൂടി അഡ്വാൻറ്റേജസിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കി വെക്കണം. മെയിനായിട്ട് വരുന്നത് കോസ്റ്റ് ആണെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. അതേപോലെ കൊറോഷൻ്റെ കാര്യങ്ങളും ഓർക്കുക. ദെൻ പ്രോപ്പർട്ടീസ്, നമുക്ക് മെയിനായിട്ട് 10 പ്രോപ്പർട്ടിയാണുള്ളത്. ഡെൻസിറ്റി, ബോൺലെസ് ഓഫ് ഇലാസ്റ്റിറ്റി, പോയ്സൺസ് റേഷ്യോ, ടെൻസൈൽ സ്ട്രെങ്ത്, മെൽറ്റിംഗ് പോയിൻറ്റ്, ഹാർഡ്നെസ്, ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, ഫറ്റീഗ്, ടഫ്നെസ്. ഏകദേശം എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകണം. ദെൻ ഇതിൻ്റെ കാർബൺ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് സ്റ്റീലിന് മൈൽഡ് സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്, ദെൻ മീഡിയം കാർബൺ സ്റ്റീല്, അങ്ങനെ എന്ത് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ദെൻ കോൺക്രീറ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് സ്റ്റീലിനുണ്ടെന്നും നമുക്ക് കിട്ടും. ദെൻ ഈ മെയിനായിട്ട് വരുന്ന ലോഡ്, നോർമലി നമുക്കറിയാവുന്ന ലോഡുകളുണ്ട്. ഡെഡ് ലോഡ് ഉണ്ട്, ലൈവ് ലോഡ് എന്ന് പറയുന്ന അതിനുള്ളത് ഇമ്പോസ്ഡ് ലോഡ് എന്നാണ് പറയുന്നത്. ദെൻ വിൻഡ് ലോഡ്, സ്നോ ലോഡ്, പിന്നെ എറക്ഷൻ ലോഡ്, എർത്ത് ലോഡ്, അങ്ങനെ കുറേ ടൈപ്പ് ലോഡുകളുണ്ട്. അത് നോക്കുക. ദെൻ ഡിസൈൻ ഫിലോസഫി എന്ന് പറയുന്ന ഒരു പാർട്ട്. ഡിസൈൻ ഫിലോസഫിയിൽ എന്തൊക്കെ ടൈപ്പ് ഡിസൈൻ മെത്തേഡാണുള്ളത്. 3 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മെത്തേഡ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. മെയിനായിട്ട് നിങ്ങളോട് ചോദിക്കുക ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡായിരിക്കും. അതേപോലെ നിങ്ങൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും ചോദിക്കാറുണ്ട്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അങ്ങനെ ചോദിക്കാറില്ല. ചെറിയൊരു എഴുതാൻ കുറച്ചേ ഉള്ളൂ അത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ് ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്. അതിന് എന്തൊക്കെയാണ് മെയിൻലി നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, അതിൻ്റെ കൂടെ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡിൽ എങ്ങനെയാണ് ലോഡൊക്കെ എടുക്കുക എന്നൊക്കെ ഉള്ളതും കൂടി നോക്കിയിട്ട് പോവുക. ലിമിറ്റ് സ്റ്റേറ്റ് രണ്ടെണ്ണം ഉണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്ത്തും അതും കൂടി നോക്കണം. കോഡിലുണ്ട്, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി ഇതിൽ നമുക്കുള്ളത് കണക്ഷൻസ് ആണ്. 3 ടൈപ്പ് കണക്ഷൻ മെയിനായിട്ടുണ്ട്. റിവറ്റ്, ബോൾട്ട് ആൻഡ് വെൽഡ്. ബോൾട്ടും വെൽഡും മാത്രമാണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളൂ. ജസ്റ്റ് റിവറ്റ് എന്താണെന്നൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ബോൾട്ട് പോലെ തന്നെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് റിവറ്റ് എന്ന് പറയുന്നത്. ഇനി ബോൾട്ടഡ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബോൾട്ടിൻ്റെ ഫിഗർ ഓർക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഫിഗർ വരയ്ക്കുക. അതിനൊരു ഹെഡ് ഉണ്ടാവും, ഒരു ഷാങ്ക് ഉണ്ടാവും. ദെൻ താഴോട്ട് ഒരു ത്രെഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. ആ ത്രെഡഡ് ആയിട്ടുള്ള ഏരിയ അങ്ങനെ കൊടുക്കുന്നതിന് കാരണം നമ്മൾ താഴെ നട്ടിന് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഒരു വാഷറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഒരു സ്പെസിഫിക്കേഷൻ തരുവാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് M5 തൊട്ട് M36 വരെയാണ്. ഈ 5 to 36 വാല്യൂ വരുന്നത് ഷാങ്കിൻ്റെ ഡയമീറ്ററാണ്. ബോൾട്ടിൻ്റെ പ്ലെയിൻ ആയിട്ട് വരുന്ന ആ ടെയിൽ ഭാഗത്തെ ഡയമീറ്ററാണ് ഷാങ്കിൻ്റെ ഡയമീറ്റർ. അതാണ് നമുക്ക് സ്പെസിഫിക്കേഷനായിട്ട് തരുന്നത്. അതേപോലെ തന്നെ ഒരു ഗ്രേഡ് പറയും. 4.6 തൊട്ട് 8.8 വരെയാണ് ഗ്രേഡ് ചെയ്യുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ 4ഉം 6ഉം 2 വാല്യൂസ് ഉണ്ട്. 4 എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെങ്ത്തും 6 വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈൽഡ് സ്ട്രെങ്ത്തുമാണ്. 4 മീൻസ് 400 MPa ആണ് ടെൻസൈൽ സ്ട്രെങ്ത്ത്. ആൻഡ് 6 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 6/10 ഇൻറ്റു ഈ പറയുന്ന ടെൻസൈൽ സ്ട്രെങ്ത്ത് 400. 6/10 ഇൻറ്റു 400. സോ 240 Nm² അല്ലെങ്കിൽ MPa ആണ് ആ ഒരു ബോൾട്ടിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. മെയിനായിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയുന്നുണ്ട്, ഡിസഡ്വാൻറ്റേജും പറയുന്നുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ബോൾട്ടും ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കുക. നിങ്ങൾ ഫെയിലിയർ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഏകദേശം ഫിഗർ വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഇനി ടെർമിനോളജിയാണ്. ടെർമിനോളജി എന്ന് പറയുമ്പോൾ ആ ഒരു ഫിഗർ നോക്കിയാൽ അതിനകത്ത് P എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് പിച്ച്, അതായത് ലോഡിൻ്റെ ഡയറക്ഷൻ കണ്ടോ. ഡോറിൻ്റെ ഡയറക്ഷന് പാരലലായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ലോഡ് വരുന്ന
സ്പേസിങ് ഓഫ് ബോൾട്ട്, സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് ഓഫ് ബോൾട്ട് ആണ് പിച്ച്. ദെൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ഗേജ്. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ലെങ്കിൽ രണ്ട് വാല്യൂ സെയിം എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനി എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ഈ എഡ്ജ് ഡിസ്റ്റൻസും നമുക്ക് ഈക്വലായിട്ട് എടുക്കാം. എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങേറ്റത്തുള്ള ബോൾട്ടും എൻഡുമായിട്ടുള്ള ഡിസ്റ്റൻസാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിനകത്ത് ചോദിക്കുക ഒന്ന് ഡിസൈൻ ചെയ്യാൻ. ദെൻ എഫിഷ്യൻസി ഓഫ് ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് ഇൻറ്റു 100. എഫിഷ്യൻസി ഇപ്പോഴും പെർസെൻറ്റേജിലായിരിക്കും തരിക. ഓക്കെ, അതേപോലെ നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കുക P/BV ആണ്. ഈ P എന്ന് പറയുന്നത് ഫാക്ടേർഡ് ലോഡാണ്. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫാക്ടേർഡ് ലോഡെന്ന് തരും, ഡിസൈൻ ലോഡെന്ന് തരും. അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് P ആയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വെരി ലോ വേറൊരു പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഒരു സിമ്പിളായിട്ടുള്ള ലോഡ് ഓഫ് ഇത്ര കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാണ് തരുന്നതെങ്കിൽ ഇൻറ്റു 1.5 ഫാക്ടർ ഓഫ് സേഫ്റ്റി മൾട്ടിപ്ലൈ ചെയ്ത ഫാക്ടേർഡ് ലോഡാണ് P ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ അതിന് കുറച്ച് 2-3 ടൈപ്പ് സ്ട്രെങ്ത്തുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, സ്ട്രെങ്ത്ത് ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ 2-3 ജോയിൻറ്റ്സ് കണ്ടുപിടിക്കാനുണ്ട്. ദെൻ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് വേറെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ താഴെ ഒരു 2 വാല്യൂസ് ഉണ്ട്, 3 വാല്യൂസ് ഉണ്ട് മെയിൻലി. അതായത് 2 ഹെഡിങ്ങിൽ താഴെ ഒരെണ്ണത്തിൻ്റെ താഴെ ഒരെണ്ണത്തിൻ്റെ താഴെ വേറെ 2 പാർട്ടായിട്ട് 3 വാല്യൂസിലെ ലീസ്റ്റ് വാല്യൂ ആണ് സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഫസ്റ്റ് ജോയിൻറ്റിൽ വരുന്ന പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കണം, അതാണ് TDA എന്ന് പറയുന്നത്. ദെൻ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത്ത്. ഇവിടെയൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോഡിലെ നൊട്ടേഷൻസ് നോക്കുക. അതിൽ ഈ FU എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ എന്താ കൊടുത്തതെന്ന് നോക്കുക. പ്ലേറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ FU തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബോൾട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് തരുന്നതെങ്കിൽ നിങ്ങൾ FUB അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ചിലപ്പോൾ FU എന്ന് തന്നെയായിരിക്കും കോഡിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത്ത് 2 ഉണ്ട്, ഷിയറും ബെയറിങ്ങും. അപ്പോൾ ഷിയറും ബെയറിങ്ങും കണ്ടുപിടിക്കുക സെപ്പറേറ്റ്. ദെൻ ഈ 3 വാല്യൂയിലെ ചെറിയ വാല്യൂ ആയിരിക്കും സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ്. ഇനി സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TDG തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ റേഷ്യോ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടും. ഇനി അതേപോലെ ബോൾട്ട് കണക്ഷൻ വരുന്ന പ്ലേറ്റുകൾ സിംഗിൾ ഷിയർ ആണോ ഡബിൾ ഷിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, 2 പ്ലേറ്റുകൾ തമ്മിലാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ പ്ലെയിനേ വരുള്ളൂ. സോ സിംഗിൾ പ്ലെയിൻ. ഓക്കെ, അവിടെ ഒരു ഷിയർ പ്ലെയിൻ ഒന്നേ ഉണ്ടാവുള്ളൂ. സോ അത് സിംഗിൾ ഷിയർ ആയിരിക്കും. അഥവാ ഇനി ഒരു 3 പ്ലേറ്റിൻ്റെ ഒരു കണ്ടീഷൻ അവിടെ വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് 3 പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് 2 പ്ലെയിനുകൾ വരും. സോ അത് ഡബിൾ ഷിയർ ആവും. സോ NNനും NSൻ്റെയും വാല്യൂ 1 ആയിട്ട് വരും. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ചെക്ക് ചെയ്താൽ ദിസ് ഈസ് എ ലാബ് ജോയിൻറ്റ്. അപ്പോൾ 2 ടൈപ്പ് ജോയിൻ്റ് ഉണ്ട്, ലാബ് ജോയിൻറ്റും ബഡ് ജോയിൻറ്റും. ലാബ് ജോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്നിനു മേലെ ഒന്ന് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ എൻഡ് ടു എൻഡ് കണക്ഷൻ, 2 എൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ബഡ് ജോയിൻറ്റുമാണ്. ഓക്കെ, ഇതൊരു ലാബ് ജോയിൻ്റാണ്. അതിൽ എങ്ങനെ ബോൾട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതൊക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ M20 ബോൾട്ടാണ്, ഗ്രേഡ് 4.6 ആണ്, FE 410 ആണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് തിക്നെസ് ഓഫ് പ്ലേറ്റ് തന്നിട്ടുണ്ട്, പിച്ച് തന്നിട്ടുണ്ട്, എൻഡ് ഡിസ്റ്റൻസ്, ഗേജ് ഡിസ്റ്റൻസ്, പ്ലേറ്റിൻ്റെ മൊത്തം വിഡ്ത്ത്, എല്ലാ സാധനവും തന്നിട്ടുണ്ട്. ഇനി അഥവാ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി M20 ആകാൻ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബോൾട്ടിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, 20 mm ആണ്. സോ ബോൾട്ടിൻ്റെ ഡയമീറ്റർ നേരെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ, നമ്മൾ ആ ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാൻ എടുക്കുന്ന ഹോളിന് ഒരു ചെറിയ എന്താണ് ആ ഷാങ്കിൻ്റെ ഡയമീറ്ററേക്കാൾ കുറച്ചും കൂടി ഒരു ചെറിയ ഡയമീറ്റർ കൂടുതലുണ്ടാവും. അതിനെയാണ് നമ്മൾ അത്രയും ഒരു ചെറിയ ഗ്യാപ്പിനെയാണ് സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് എന്ന് പറഞ്ഞത്. അത് നമുക്ക് ടേബിൾ 19 കിടപ്പുണ്ട്. സോ ഓരോ ടൈപ്പ് ഓഫ് ഡയമീറ്റർ ഓഫ് ബോൾട്ടിന് വെച്ചിട്ട് എത്ര ക്ലിയറൻസ് കൊടുക്കാമെന്ന് നോക്കുക. അത് വെച്ചിട്ട് D0 കണ്ടുപിടിക്കുക, D പ്ലസ് ക്ലിയറൻസ്. ഓക്കെ, ദെൻ ഗിവൻ ഡേറ്റയൊക്കെ എടുത്ത് എഴുതി. നെക്സ്റ്റ് FUB അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഓഫ് ജോയിൻറ്റ് നോക്കുക. അതിൽ AN എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്, P - NDH × T. ഇതിൽ
അതിൻ്റെ കൂടെ പ്ലസ് സം ഓഫ് PSI ബൈ 4GI എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. സോ PS എന്ന് പറഞ്ഞാൽ സ്റ്റാഗേർഡ് ആയിട്ടുള്ള, അതായത് അല്ലെങ്കിൽ സെറ്റ് എന്താ പറയുക, സിക്സ് ആക്ക് മാനറിൽ ബോൾട്ട് അറേഞ്ച് ചെയ്താൽ അവിടെ വരുന്ന പിച്ചിനെ പറയുന്ന പേരാണ് PS. സോ അവിടെ നമുക്ക് ബോൾട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് എന്താ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. അതുകൊണ്ട് നമുക്കവിടെ PSൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ. ദെൻ പിന്നെ ബി എന്ന് പറയുന്നത് 180 ആണ്. NN എന്ന് പറയുന്നത് ഒറ്റ റോയിലുള്ളത് മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, മീൻസ് ഒറ്റ കോളം, ഒറ്റ നിരയിൽ എത്ര ബോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, കണക്ഷൻ കൊടുക്കുന്നത് എത്രയുണ്ട് നോക്കാം, 3. സോ അവിടെ നമ്മൾ Nന് 3 കൊടുത്തു. ദെൻ D0 അല്ലെങ്കിൽ DH രണ്ടും ഒന്ന് തന്നെയാണ്. ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ D0 എന്നും എഴുതും, DH എന്നും എഴുതും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ AN കിട്ടും. ദെൻ അങ്ങനെ TDN കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വരുന്നത് ബോൾട്ടിൻ്റെ, അതിൽ ബോൾട്ട് ഷിയറും ഉണ്ട് ബെയറിംഗും ഉണ്ട്. ഷിയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്വസ്റ്റ്യനിലുണ്ട്. അതിൽ നമുക്ക് NN × ANB പ്ലസ് NS × ASB എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിൽ NN ഉം NS സിംഗിൾ ഷിയർ ആണോ ഡബിൾ ഷിയർ ആണോ എന്ന് നോക്കുക. സോ നമ്മുടെ ഫിഗറിൽ എന്താണ്, 2 പ്ലേറ്റ് അല്ലേ ഉള്ളത്. 2 പ്ലേറ്റ് ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒറ്റ പ്ലെയിനേ ഉള്ളൂ. സോ ഇത് ഒറ്റ പ്ലെയിൻ ആയതുകൊണ്ട് സിംഗിൾ ഷിയർ ആണ് വരുന്നത്. സോ നമ്മൾ താഴോട്ട് പോവുക. ഓക്കെ, NSഉം Nൻ്റെ വാല്യൂ 1ഉം 0 ആയിരിക്കും. ദെൻ ASB എന്ന് പറഞ്ഞാൽ ഷാങ്ക് ബേസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്, ഷാങ്കിൻ്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അത് ഷാങ്കിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ANB എന്ന് പറഞ്ഞാൽ ടോട്ടൽ നെറ്റായിട്ടുള്ള ഏരിയ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ANB എന്ന് പറഞ്ഞാൽ ത്രെഡിൻ്റെ അവിടെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് ഏരിയ അവിടെ കുറയും. ത്രെഡഡ് ആയിട്ട് കൊടുക്കുമ്പോൾ ഏരിയ കുറയും. അപ്പോൾ ഷാങ്കിൻ്റെ ഏരിയയുടെ 0.78 അല്ലെങ്കിൽ 78% ആണ് നമ്മൾ എടുക്കുക. 75% ഓഫ് ഷാങ്കിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ ഷാങ്കിൻ്റെ ഏരിയ അതൊരു കോഡിൽ തന്നിട്ടുണ്ട്. സോ അത് IS 800-ലല്ല, ഇതിന് വേറൊരു കോഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പഠിക്കുക. ഓക്കെ, 0.78 × π/4 × 20². ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, VDSB കണ്ടുപിടിക്കുക. ദെൻ ബോൾട്ടിൻ്റെ ബെയറിങ്ങിലുള്ള കേസ് നോക്കുക. ബെയറിങ്ങിൻ്റെ കേസിൽ നമുക്ക് VDPB ആണ് കണ്ടത്. അത് VNPB/γMB ആണ്. അതിൽ എന്താ 2.5 × KB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കുറച്ചൊരു 4 ഇതുണ്ട്. അതിൽ ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ നമ്മൾ വേണ്ട കാര്യങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാം ചെയ്തിട്ട് KB കണ്ടുപിടിച്ച് VNPB കണ്ടുപിടിച്ച് VDPB കണ്ടുപിടിക്കുക. ഇത് വെച്ചിട്ട് ഏതാണ് സ്ട്രെങ്ത്ത്, ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ് നമ്മുടെ ജോയിൻറ്റിലെ സ്ട്രെങ്ത്ത് കണ്ടുപിടിച്ച് വയ്ക്കും. ദെൻ സോളിഡ് പ്ലേറ്റിൽ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ AG ആണ്, ഗ്രോസ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഗ്രോസ് ഏരിയ ഓഫ് പ്ലേറ്റ് ആണ് വേണ്ടത്. 180 × തിക്നെസ് 20. സോ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് കണ്ടുപിടിച്ചാൽ എഫിഷ്യൻസി ഡയറക്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു ഡിസൈൻ ചോദിച്ചാൽ, ഒരു ലാബ് ജോയിൻ്റ് ഡിസൈൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം പ്രൊസീജിയറിൽ ചെയ്തു പോവുക. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് 16 ആണ്, M16 ആണ്. സോ D കിട്ടിയ അപ്പം തന്നെ D0 കണ്ടുപിടിച്ച് വെക്കുക. വേണ്ട കാര്യങ്ങൾ എടുത്ത് എഴുതുക. വെറും ഒരു ഫാക്ടേർഡ് ലോഡാണ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുള്ളത്. വെറും ലോഡെന്ന് തന്നാൽ മാത്രം ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ കാര്യം ഓർക്കുക. ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, Pയുടെ വാല്യൂ 145 എടുത്തു. ദെൻ FUB കണ്ടുപിടിച്ചു, തിക്നെസ് തന്നിട്ടുണ്ട്, ദെൻ വിഡ്ത്ത് തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് വേണ്ടത് പിച്ചും എൻഡ് ഡിസ്റ്റൻസും ആണ്. സോ ഇത് അസ്യൂം ചെയ്യാനായിട്ട് നമുക്ക് കോഡൽ പ്രൊവിഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് ഏകദേശം എത്രയാണ് പിച്ച് ഡിസ്റ്റൻസ് വരാൻ നോക്കുക, അത് കണ്ടുപിടിച്ച് വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എത്ര ബോൾട്ട് ഉണ്ടെന്നാണ്. ഓക്കെ, പിച്ചും എല്ലാം കിട്ടി അറേഞ്ച് ചെയ്യേണ്ട ഒരു ഇതും കൂടി വേണം. സോ നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കാം, P/BV. സോ അതിൽ P നമുക്ക് അറിയാം 145. ദെൻ BV എന്ന് പറഞ്ഞാൽ ബോൾട്ട് വാല്യൂ ആണ്. ബോൾട്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഷിയറിലെയും ബെയറിങ്ങിൻ്റെയും സ്ട്രെങ്ത്തിൻ്റെ ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ നമ്മൾ ഒറ്റ ബോൾട്ടിൻ്റെ കേസാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തു പോവുക. ദെൻ VDSB കണ്ടുപിടിക്കുക. VNSB എടുക്കുമ്പോഴും എന്ത് ചെയ്യുക, നേരെ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്
VDPB വരെ കണ്ടുപിടിക്കുക. VDPBയുടെയും ചെറിയ വാല്യൂ ആണ് ബോൾട്ട് വാല്യൂ. ദെൻ നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കാം. P/VV ചെയ്യുമ്പോൾ എത്രയാണോ മേളിലോട്ട് അസ്യൂം ചെയ്യുക. നമ്പർ ഓഫ് ബോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫിഗർ നിങ്ങൾ വരയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് എടുത്ത സെക്ഷൻ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടി 2 ചെക്കാണുള്ളത്. റപ്ചറും yielding ചെക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സോ റപ്ചറും വരും, yielding വരും. റപ്ചറിൻ്റെ എന്ന് പറഞ്ഞാൽ ക്ലോസ് 6.3 ഇക്വേഷൻ ഉണ്ട്. സോ നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം AN സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ദെൻ yieldingൻ്റെ TDGയും കൂടി കണ്ടുപിടിച്ചാൽ ദെൻ അത് രണ്ടും നമ്മുടെ തന്നിരിക്കുന്ന ഫാക്ടേർഡ് ലോഡായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സേഫ് ആണോ അല്ലയോ എന്ന് നോക്കുക. തന്നിരിക്കുന്ന ലോഡിനേക്കാളും വലുതാവണം എല്ലാ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ആ ലോഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാബ് ജോയിൻറ്റിൻ്റെ തന്നെയാണ്. പക്ഷേ അവിടെ 2 തിക്നെസ്സും വ്യത്യാസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2 പ്ലേറ്റിൻ്റെ തിക്നെസ്സും ഒന്നിൻ്റെ 16ഉം ഒന്നിൻ്റെ 12 mm ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നോർമലി പ്രൊസീഡ് ചെയ്യുന്ന പോലെ തന്നെ D0, FUB, FU ഒക്കെ കണ്ടുപിടിച്ച് പിച്ചും എല്ലാം കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ നോർമലി സിംഗിൾ ഷിയറിൻ്റെ കാര്യത്തിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. VDPB കണ്ടുപിടിക്കുമ്പോൾ ഒരു T എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. VNPB കണ്ടുപിടിക്കാൻ 2.5 kb dt FU. ഓക്കെ, ഈ ഇക്വേഷനിൽ T എന്ന് പറയുന്നത് നമ്മുടെ ലെസ്സർ ആയിട്ടുള്ള തിക്നെസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ അത് വെച്ചിട്ട് BV കണ്ടുപിടിച്ച് സെയിം പ്രൊസീജിയർ തന്നെ അഡോപ്റ്റ് ചെയ്യുക. പടം വരയ്ക്കുമ്പോൾ ഒരേ തിക്നെസ് പ്ലേറ്റിന് വരച്ച് വെക്കരുത്, 2 തിക്നെസ്സായിട്ട് വരച്ച് വയ്ക്കുക. സെയിം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ തിക്നെസ് ഏതാണോ ചെറുത് ആ തിക്നെസ് തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് വെൽഡഡ് കണക്ഷൻ ആണ്. വെൽഡഡ് കണക്ഷൻ എന്ന് പറയുമ്പോൾ വെൽഡ് ചെയ്ത് വരികയാണ്. അതായത് ഒരു ബേസ് മെറ്റലിനെ മെൽറ്റ് ചെയ്ത് ജോയിൻറ്റിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് അത് ലാസ്റ്റ് കൂൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. വെൽഡിംഗ് തന്നെ നമുക്ക് ലാബ് ജോയിൻറ്റും ഉണ്ട്, ബഡ് ജോയിൻറ്റും ഉണ്ട്. ദെൻ അത് കുറേ ടൈപ്പ് ഉണ്ട്. ഫില്ലറ്റ് വെൽഡ് ഉണ്ട്, ബഡ് വെൽഡ് ഉണ്ട്. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഇനി ഫില്ലറ്റ് വെൽഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ അതിനകത്തുള്ള ഓരോ ഫിഗറിൽ ഓരോന്ന് പറഞ്ഞിട്ട് ലെഗ്, ടോ, ഫേസ്, ത്രോട്ട് അതൊക്കെ എന്താണെന്നും കൂടി നോക്കിയിട്ട് പോകണം. ദെൻ ഇതിനകത്ത് വരുന്ന ടെർമിനോളജി മെയിനായിട്ടുള്ളത് സൈസ് ഓഫ് വെൽഡാണ്. അപ്പോൾ മാക്സ്, മിനിമം നമുക്ക് കണ്ടുപിടിക്കാറുണ്ട്. ദെൻ TW വെൽഡിൻ്റെ തിക്നെസ് ഉണ്ട്. ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കാനുണ്ട്, LW. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഉള്ളത്. ഇനി വെൽഡ് കണക്ഷനിൽ നമ്മൾ ബഡ് ജോയിൻ്റ് ആണ് കൊടുക്കണമെങ്കിൽ അവിടെ ബഡ് വെൽഡാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ സിംഗിൾ ഗ്രൂവ് ഉണ്ട്, ഡബിൾ ഗ്രൂവ് ഉണ്ട്. അതിവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നമ്മളോട് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെൽഡിംഗ് ആണ്. ഓക്കെ, ഇവിടെ ഒരു ഗസറ്റ് പ്ലേറ്റിലോട്ട് ഒരു പ്ലേറ്റ് വെച്ചേക്കാണ്. ഇങ്ങനെയാണ് ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ടോപ്പ് വ്യൂ ആണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ 3 സൈഡിൽ വെൽഡ് ചെയ്തിട്ടുള്ളതാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഹാച്ച് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത്രയും 3 ഭാഗത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, വെൽഡ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗേർഡറിൻ്റെ സൈസ് തന്നിട്ടുണ്ട് 250 × 40 തിക്നെസ് ആണ്. ദെൻ ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്. ഓവർലാപ്പിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. വെൽഡിൻ്റെ സൈസ് 6 mm തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈനിൽ കണ്ടുപിടിക്കാനുള്ളതാണ് കേട്ടോ. ദെൻ ഷോപ്പ് വെൽഡ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം തന്നിട്ടുണ്ട്. ഈ ഷോപ്പ് വെൽഡ് അനുസരിച്ച് നമുക്ക് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ത് ചെയ്യും, വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ദെൻ 4 സൈഡിലും കൂടി, ഇതിപ്പോൾ 3 സൈഡിലേ ഉള്ളൂ, ഈ 4 സൈഡിലും കൂടി ഇവിടെയും കൂടി വെൽഡ് ചെയ്താലുള്ള വെൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, സൈസ് ഓഫ് വെൽഡ് BT Γ/MW. ഓക്കെ, Γ/MW പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ് വെൽഡിൻ്റെ. അത് ഷോപ്പാണോ അല്ലെങ്കിൽ സൈറ്റ് വെൽഡിംഗ് ആണോ നോക്കുക, അതിനുള്ള വാല്യൂ എടുത്ത് എഴുതുക. ദെൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അസ്യൂം ചെയ്യാം കേട്ടോ. ദെൻ നമുക്ക് ത്രോട്ടിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ 0.7 × S, ഇത് ഡയറക്റ്റ് നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്, കൂടുതലുണ്ട്. 0.7 S വെച്ച് ത്രോട്ടിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുക. ദെൻ ലെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കുക. ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഓവർലാപ്പിൻ്റെ
ഇത് ഓവർലാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടിട്ട് 300 സോ ഈ ഉള്ളിലോട്ട് കയറി വരുന്ന ഭാഗമാണ് ഓവർലാപ്പ്. ഓവറായിട്ട് ഉള്ളിലോട്ട് ലാപ്പ് ചെയ്ത് വരുന്ന ഭാഗം. സോ 300 പ്ലസ് ഒരു വിഡ്ത്ത് ഓഫ് 250. സോ ഇതൊരു 300, ഇതൊരു 300, ഇത് 250. അങ്ങനെ 850 ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ്. ദെൻ വെൽഡിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ കോഡിലുണ്ട്. ദെൻ അതിൽ നമുക്ക് വേണ്ടതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് എന്ത് ചെയ്യുക, FWD കണ്ടുപിടിക്കുക. ദെൻ അത് കണ്ടുപിടിച്ചാൽ നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ തന്നിരിക്കുന്ന FWD ഇൻറ്റു എഫക്റ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ LW ഇൻറ്റു TW. സോ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. 4 സൈഡിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, 4 സൈഡിലുമാണ് വെൽഡിങ് കൊടുക്കണമെങ്കിൽ ഈ ലെങ്ത് ഓഫ് വെൽഡ് വ്യത്യാസം വരും. ദെൻ എന്ത് ചെയ്യുക, അത് തമ്മിലുള്ള സ്ട്രെങ്ത് വീണ്ടും കണ്ടുപിടിക്കുക, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഓക്കെ. ഇനി നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫില്ലറ്റ് വെൽഡ് അല്ലെങ്കിൽ ഒരു വെൽഡ് ഡിസൈൻ ചെയ്യാനാണ് നിങ്ങളോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 3 ടൈപ്പ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഷോപ്പ് വെൽഡാണ്, 2 പാരലൽ സൈഡ് മാത്രം, അതായത് ഓവർലാപ്പ് ചെയ്ത 2 പാരലൽ സൈഡ്. ഓക്കെ, ഈ 2 സൈഡ് മാത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്, വെൽഡ് ചെയ്തേക്കുന്നതെങ്കിലുള്ള സ്ട്രെങ്ത്. സോ സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ ചെയ്യണം. ദെൻ 3 സൈഡിലുള്ള വെൽഡിങ്. ദെൻ ഫീൽഡ് വെൽഡിങ് തന്നെയാണ് സൈറ്റ് വെൽഡിങ്, അതായത് കൺസ്ട്രക്ഷൻ നടക്കുന്ന അവിടെ വെച്ച് വെൽഡ് ചെയ്യുന്ന പരിപാടി. 4 സൈഡിലും വരുന്നുണ്ടെങ്കിൽ ഉള്ള സ്ട്രെങ്ത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വെൽഡിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. ഓക്കെ, സൈസ് കണ്ടുപിടിക്കാനുള്ള മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെയും ഇത് കോഡ് തന്നിട്ടുണ്ട്. അതിലേതാ നോക്കുക. മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ എടുക്കുക. ഓക്കെ, 5 6.5 ആണ്. 5 എടുക്കുക, 6.5 എടുക്കുക, അത് ഇഷ്ടമുള്ള പോലെ എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ളത് വാല്യൂ എടുക്കുക. നോക്കുക. ദെൻ ത്രോട്ട് തിക്നെസ്സും അതേപോലെ കണ്ടുപിടിച്ചേക്കുക. ദെൻ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേ പറയുന്ന 2 പാരലൽ സൈഡ് ആണെങ്കിൽ നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് ലെങ്ത് ഓഫ് വെൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഈ പറയുന്ന FWD എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന FWN ബൈ ഗാമ MW ഇൻറ്റു എഫക്റ്റീവ് ഏരിയ ആണ്. അതിൽ നമുക്ക് ഇക്വേഷൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ LW മാത്രമേ നമുക്ക് അറിയില്ലാത്തേ ഉള്ളൂ. സോ നമുക്ക് FWD എന്ന് പറയുന്നത് നമുക്ക് ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ ലോഡാണ് FWDക്ക് പകരം എഴുതേണ്ടത്. സോ LW കണ്ടുപിടിക്കുക. ദെൻ ലെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിച്ച് വയ്ക്കുക. അതേപോലെ നമുക്ക് 2 റിട്ടേൺ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമ്മൾ കംപ്ലീറ്റ് ഈ അറ്റത്ത് കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്ത് നിർത്താതെ കുറച്ച് ഒരു സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ഇപ്പുറത്തോട്ട് കൊടുക്കും. അതിനാണ് എൻഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കോഡും നമുക്ക് തന്നിട്ടുണ്ട്. വെൽഡിൻ്റെ സൈസിൻ്റെ കുറച്ച് ഇരട്ടി ഭാഗമായിട്ടാണ്, എത്രയും ലെങ്ത്തിലാണ് എൻഡ് റിട്ടേൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 എൻഡ് റിട്ടേണും കൂടി വരും. അപ്പോൾ 2 പാരലൽ സൈഡിൽ ഇങ്ങനെയായിരിക്കും വരിക. ദെൻ 3 സൈഡ് ആകുമ്പോൾ അവിടെ എൻഡ് റിട്ടേൺ കൊടുക്കുക. ഇവിടെയും ചെറിയ വ്യത്യാസം വരും LW കണ്ടുപിടിക്കണമെങ്കിൽ. അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യനും വേറെ വ്യത്യാസമൊന്നുമില്ല. 3 സൈഡ് തന്നിട്ടുണ്ട്. വെൽഡ് ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അത് ലാപ്പ് ജോയിൻ്റ് ആണ്. ഇനി ബഡ് ജോയിൻറ്റിൻ്റെ കേസാണ്. ബഡ് ജോയിൻറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സിംഗിൾ വിയും വരും, ദെൻ ഡബിൾ ബിയും വരും. ഓക്കെ, അപ്പോൾ ഒരു 18 mm തിക്കായിട്ടുള്ള ഒരു പ്ലേറ്റാണ് ജോയിൻ ചെയ്യുക. അതിനകത്ത് ബഡ് വെൽഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ വിയും ഉണ്ട്, സിംഗിൾ വിയും ഉണ്ട്. അതിന് വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കണം, സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ്, തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട്, LW തന്നിട്ടുണ്ട്. ദെൻ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ സിംഗിൾ ബി ആണെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം വരും. TW എന്ന് പറയുന്നത് 5/8 ഇൻറ്റു നമ്മുടെ നോർമൽ TW. ഡബിൾ വിയുടെ 5/8. ഓക്കെ, അത്രയും തിക്നെസ് ഓഫ് ൻ്റെ വാല്യൂ ആയിരിക്കും വരിക. അതിൽ മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. ഇനി ഇത് എല്ലാം കൂടി ഒരുമിച്ച് ചോദിച്ചേക്കാണ്. ലാബ് ജോയിൻറ്റിലും സിംഗിൾ കവറും ഡബിൾ കവറുമായിട്ടുള്ള ഒരു
ബോൾട്ടിൻ്റെ കണക്ഷൻ്റെ ഒരു പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്, ഒറ്റ പ്രോബ്ലത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അതായത് ഡബിൾ കവർ ബഡ് ജോയിൻറ്റിലാണ് ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്, അതായത് ഡബിൾ ഷിയർ വരും. ദെൻ നമ്മളിവിടെ എടുക്കുന്ന തിക്നെസ് എന്ന് പറയുന്നത് എപ്പോഴും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ലാബ് ജോയിൻ്റ് ആണ്. ലാബ് ജോയിൻറ്റിൽ ബോൾട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ചെറിയത് തന്നിട്ടുണ്ട്. നമുക്ക് ഡയമീറ്റർ എങ്ങനെയൊക്കെ വലുതാവുമോ അതിനനുസരിച്ച് പറയുന്ന ഡയമീറ്ററിൻ്റെ ഹോളിൻ്റെ വാല്യൂ വലുതാവുന്നതിനനുസരിച്ച് ഏരിയ ഓഫ് സെക്ഷൻ എൻ ഇസ് ഈക്വൽ ടു ബി മൈനസ് എൻ ഡി എച്ച് എന്നുള്ള വാല്യൂവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ബി മൈനസ് എൻ ഡി എച്ച് ആണ്, അപ്പം മൈനസ് ആണ് വരുന്നത്. അപ്പോൾ ആ എൻ ഡി എച്ച് എന്നുള്ള വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഈ പറയുന്ന ടോട്ടൽ എ എൻ എന്ന് പറയുന്നുള്ള വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സ്ട്രെങ്ത്ത് നോർമലി കുറയും. അപ്പോൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് വേണം നമ്മൾ ബോൾട്ടിൻ്റെ എണ്ണം നോക്കാൻ, അല്ലെ അറേഞ്ച്മെൻറ്റ് നോക്കാൻ. സോ നമുക്കിവിടെ M16 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 16 എന്തെങ്കിലുമൊക്കെ അസ്യൂം ചെയ്യുക. ക്വസ്റ്റ്യനിൽ ഇവിടെ 16 അസ്യൂം ചെയ്തേക്കുവാണ്. സോ ക്ലിയറൻസ് 2 കൊടുത്തിട്ട് 18 mm ബോൾട്ട് ഹോൾ ഡയമീറ്റർ കൊടുത്തു. ദെൻ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, VDSB അവിടെ നോർമലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ പോലെ ചെയ്തു പോവുക. ദെൻ ബെയറിങ് കണ്ടുപിടിക്കുക, സെയിം പ്രൊസീജിയർ തന്നെയാണ്. ലാസ്റ്റ് നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കുക, അറേഞ്ച് ചെയ്യുന്ന നോക്കുക. ഓക്കെ, എപ്പോഴും ഈ റോയുടെ എണ്ണം കുറയ്ക്കാൻ നോക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ റപ്ചർ കണ്ടീഷൻ ആവുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ സിംഗിൾ കവർ ആവുമ്പോൾ ഇവിടെ ഒരു കാര്യം വരുന്നുണ്ട്. സിംഗിൾ കവർ ഇപ്പോൾ 2 തിക്നെസ് ആണ് പ്ലേറ്റിന് തരുന്നത്. ഒരു കവർ പ്ലേറ്റ് കൊടുക്കും, അല്ലാതെ നമുക്ക് ബോൾട്ടഡ് കണക്ഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. 2 ഇഞ്ച് ഷേപ്പിലോട്ട് ബോൾട്ട് കണക്ഷൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കവർ പ്ലേറ്റ് കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോൾട്ട് കൊടുക്കുക. സോ ഇവിടെ സിംഗിൾ ഷിയർ ആണ് വരിക. ഓക്കെ, ഇവിടെ എടുക്കുന്ന തിക്നെസ് എന്ന് പറയുന്നത് ചെറിയ തിക്നെസ് ആയിരിക്കണം. ഓക്കെ, അതായത് കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു കവർ പ്ലേറ്റ് ഒന്നേ ഉള്ളൂ. സെയിം പ്രൊസീജിയറിൽ താഴോട്ട് നമ്മൾ ചെയ്ത് പോവുക. എന്നിട്ട് ഇവിടെ എടുക്കുന്ന എണ്ണം വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ലെങ്ത്ത് അല്ല, ടോട്ടൽ ഏരിയ എങ്ങനെയാണ് വരുന്നത്, അത് വെച്ചിട്ടുള്ള ലോഡിനേക്കാളും വലിയ വാല്യൂ ആണോ വരുന്നതെന്ന് നോക്കുക. ഡബിൾ കവർ ബഡ് ജോയിൻറ്റ് വരുമ്പോൾ വേഗം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഒരു ഡബിൾ ഷിയർ വരും കേട്ടോ. ഇവിടെ ഡബിൾ ഷിയർ ആണ് വരുന്നത്, കാരണം ഇവിടെ 2 പ്ലെയിൻ വരും. ഓക്കെ, അപ്പോൾ ഡബിൾ ഷിയർ വരുന്നതുകൊണ്ട് ഇവിടെയുള്ള NNനും NSനും വാല്യൂ ഉണ്ടാവും. അപ്പോൾ ASBയും കൂടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ തിക്നെസ് എടുക്കുമ്പോൾ നമ്മൾ 2 കവർ പ്ലേറ്റിൻ്റെ ആ തിക്നെസ് ഒന്ന് ആഡ് ചെയ്യുക. 8 + 8 16. സോ 18 ഉണ്ട്, 16 ഉണ്ട്, 10 ഉണ്ട്. ഇതിലേതാ ചെറുതാ അതെടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ് ആയിട്ടുള്ളത് വരുന്നത്. അപ്പോൾ അതിൽ പ്രത്യേക ലോഡൊന്നും എടുക്കാത്തതുകൊണ്ട് അതിനെ നമ്മൾ ഡിസൈനിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ നോർമൽ പ്രൊസീജിയറിൽ ബാക്കിയും കൂടെ ചെയ്യുക. ഇത്രയാണ് നിങ്ങൾക്ക് ഏകദേശം ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്.